ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ പിക്ചേഴ്സൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം ക്യാൻവ ആപ്പ് വഴി അറേഞ്ച് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. ഈ പ്രിൻ്റ് എടുത്ത് വെച്ചേക്കുന്ന പേപ്പറിന് ഒരു ഷീറ്റിൻ്റെ വില 10 രൂപയാണ്. ചിലയിടങ്ങളിൽ അത് 15 രൂപ വരെ ആകുന്നുണ്ട്. അപ്പോൾ വില സഹായം എവിടെയാണെന്ന് നോക്കിയെടുക്കുക. പ്രിൻ്റ് എടുക്കേണ്ട പേപ്പറുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ വില സഹായം ഉള്ളിടത്ത് പോയി എടുക്കുക. നമ്മൾ ഈ പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്ന പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തെടുക്കുക. ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഇമേജിനോട് ചേർത്ത് വെച്ച് വെട്ടരുത്. ഒരല്പം മാറ്റി വെച്ച് വെട്ടുക. അതായത് ഒരല്പം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന വിധത്തിന് വേണം വെട്ടേണ്ടത്. ഞാനിപ്പോൾ ഒരു പേപ്പർ വെട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഏകദേശം ഇത്രയും പേപ്പർ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ സെലോ ടേപ്പും പിന്നെ ഈ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കുന്നത് പോലത്തെ ആ ഒരു ഷീറ്റില്ലേ, അതുപോലത്തെ ഷീറ്റോ ബട്ടർ പേപ്പറോ, പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് പേപ്പർ ആണെങ്കിലും മതി. നമുക്ക് അതിൽ ഒട്ടിച്ചിട്ടാണെങ്കിലും ഇത് എടുക്കാവുന്നതാണ്. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ പേപ്പർ കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് വെക്കുക. അതിനുശേഷം സെലോ ടേപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ എയർ ബബിൾ വീഴാൻ സാധ്യതയുണ്ട്. അതായത് ചുളുങ്ങി പോകും. ചുളുങ്ങുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ പേപ്പറില്ലേ, ആ പേപ്പർ നാശമായി പോവും. എനിക്കങ്ങനെ ഒരുപാട് അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കെയിൽ പോലെ എന്തെങ്കിലും വെച്ച് വലിച്ചു വിടുകയെന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഈ പേപ്പറിൻ്റെ മുകളിൽ സെലോ ടൈപ്പ് ഒട്ടിച്ചില്ലേ, അതിന് മുകളിലായിട്ട് പ്രിൻ്റ് ചെയ്ത് വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുകയല്ല, വെച്ചു കൊടുക്കുക. വെക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള സ്പേസ് വിട്ട് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കുമ്പോഴത്തേക്കും ഇനി നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ വെട്ടുമല്ലോ, അങ്ങനെ വെട്ടിയെടുക്കുന്ന സമയത്ത് സ്പേസ് ഉണ്ടാവില്ല. അത് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം അതിനെക്കുറിച്ച്. അങ്ങനെ നമ്മളിപ്പോൾ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് സെലോ ടേപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ ഒട്ടിക്കുക. ഈ ഒട്ടിക്കുന്ന സമയത്ത് എയർ ബബിൾ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ 2 ഭാഗവും കൃത്യമായിട്ട് നോക്കണം കേട്ടോ. സ്ട്രെയിറ്റ് ആണോ എന്നുള്ളത് നോക്കുക, പിന്നെ എയർ ബബിൾ കയറാതെ നോക്കുക. നമ്മളിപ്പോൾ അത്രയും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മളിത് ഇളക്കിയെടുക്കുക. അതായത് ഇളക്കിയെടുക്കുന്നത് ഞാൻ ഈ പ്രതലത്തിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടേബിളിൻ്റെ ഭാഗത്തായിട്ട് ഞാനത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിച്ചിളക്കിയിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് നിൽക്കുന്ന ആ സെലോ ടേപ്പിൻ്റെ പോർഷനിൽ അതത്രയും നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോഴത്തേക്കും അത് നീറ്റാവും. അത്രയൊന്ന് വെട്ടി ഒതുക്കിയതോടുകൂടെ ആയപ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനെ കൂടാതെ കുറച്ച് നേരത്തെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ? ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും നമ്മുടെ ചാനലിൽ ഒന്നുകൂടെ അപ്ലോഡ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ആവശ്യം. അപ്പോൾ ശരി, എന്നാൽ ബൈ.